നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. اللهم إني أعوذ بك من الهدم وأعوذ بك من التردي وأعوذ بك من الهرم وأعوذ بك من الغرق والحرق وأعوذ بك أن يتخبطني الشيطان عند الموت وأعوذ بك أن أموت في سبيلك مدبرا وأعوذ بك أن أموت لديغا. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിനൽ ഹദം. എന്താണ് ഹദം? ഹദം എന്ന് പറഞ്ഞാൽ വല്ലത് നമ്മളെ മേൽ തകർന്നു വീണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വീണ് അപകടം പറ്റുക. വഅഊദു ബിക മിനൽ തറദ്ദി. തറദ്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണിട്ട് അപകടം ഉണ്ടാവുക. ഇന്നത്തെ കാലത്തുള്ള അപകടങ്ങൾ ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു, വഅഊദു ബിക മിനൽ ഹറം. അങ്ങേയറ്റം വയസ്സായി മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുന്ന രൂപത്തിൽ വല്ലാതെ വയസ്സായി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. മരണസമയത്ത് ശൈത്താൻ എന്നെ തെറ്റിച്ച് കളയുന്നതിൽ നിന്നും. കാരണം മരിക്കാൻ കിടക്കുമ്പോൾ ശൈത്താൻ അവന്റെ മുഴുവൻ ഫോഴ്സിനെ കൊണ്ടുവരുന്നതാണ്. കാരണം ഈ സമയത്ത് ഇവനെ കിട്ടിയാൽ പിന്നെ ഈ സമയത്താണ് ഇവനെ കിട്ടേണ്ടത്. ഈ സമയത്ത് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ കിട്ടൂല. അതുകൊണ്ട് മുഴുവൻ ശക്തിയും സംഭരിച്ചിട്ടാണ് ശൈത്താൻ ആ സമയത്ത് വരിക എന്നാണ്. ആ സമയത്ത് യഹൂദി ആയിക്കോളൂ നീ, നസ്രാനിയാകൂ നീ എന്ന് വന്ന് കൽപ്പിക്കുന്നതാണ്. ആ സമയത്ത് ശൈത്താൻ എന്നെ മറിച്ചിട്ട് കളയുന്നതിൽ നിന്നും, എന്നെ തെറ്റിച്ച് കളയുന്നതിൽ നിന്നും ഞാൻ റബ്ബെ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ. അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവനായി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ലദീഗ. ലദീഗ് എന്ന് പറഞ്ഞാൽ വല്ല വിഷജന്തുക്കളുടെയും കടിയേറ്റ് ഞാൻ മരിക്കുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്, ഇമാം അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ആ ഹദീസിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇതുപോലുള്ള അപകടങ്ങൾ വല്ലത് നമ്മളെ മേലെ പൊളിഞ്ഞു പോവുക, നമ്മൾ തകർന്നു പോവുക. വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖ്. അതിന്റെ അർത്ഥം ഞാൻ പറയാൻ മറന്നുപോയി. അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിനൽ ഗറഖ്. ഗറഖ് എന്നാൽ എന്താ? മുങ്ങിപ്പോവുക. വൽ ഹറഖ്, തീ പൊള്ളലേൽക്കുക. ഞാൻ നിന്നോട് ഇതിൽ നിന്ന് രക്ഷ തേടുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടാനുള്ള കാരണം, ഇങ്ങനെ ഒരാൾ സംഭവിച്ചു മരിച്ചുപോയാൽ അള്ളാഹുവിന് ഷഹീദിന്റെ കൂലി നൽകുമെന്ന് ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങൾ വന്നാൽ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണമെന്നില്ല. അപകടങ്ങൾ സംഭവിച്ചിട്ട് നമ്മളായിപ്പോകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അതിൽ നിന്നെല്ലാം രക്ഷ തേടി നമ്മങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അപ്പോ ഷർറടിക്കൽ നമ്മൾ ആഗ്രഹിക്കരുത്, മറിച്ച് ഖൈർ വരാൻ ആഫിയത്തിനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അങ്ങനെയാണ്. എന്നാൽ വന്നുപോയോ അതിൽ സബർ ചെയ്യുക. വന്നുപോയോ അള്ളാഹുവിനോട് അള്ളാഹു വിധിച്ചത് ഖൈറാണെന്ന് മനസ്സിലാക്കുക.